ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരിക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾ, അതായത് സിവിൽ എഞ്ചിനീയറിംഗ് ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ടുള്ളവർ, അതല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഫൈനൽ ഇയറിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, അവർക്കൊക്കെ ആക്ച്വലി നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഫീൽഡിലോട്ട് കടന്നു വന്നിട്ടില്ലെങ്കിൽ വളരെയധികം സംശയമുള്ള ഒരു കാര്യമാണ് എന്താണ്, നമുക്ക് എങ്ങനെയാണ് എക്സാംസിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്നുള്ള കാര്യം. അതായത് നമുക്കിപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ സബ്ജക്റ്റീവ് എക്സാംസ് എഴുതിയിട്ടുണ്ടായിരിക്കും നമ്മുടെ കോഴ്സിൻ്റെ ഡ്യൂറേഷനിൽ, ബിടെക്കിൻ്റെ കോഴ്സ് ഡ്യൂറേഷനിൽ നമ്മൾ സബ്ജക്റ്റീവ് എക്സാംസ് ഒരുപാട് എഴുതിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് മാത്രമായിരിക്കും നമുക്കറിയാനുള്ള. പക്ഷേ എങ്ങനെയാണ് ഒബ്ജക്റ്റീവ് എക്സാംസിന് ക്വസ്റ്റ്യൻസ് വരിക, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എക്സാംസിനെ നമ്മൾ എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഏതൊരു എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ, വെദർ ഇറ്റ് ബി സെൻട്രൽ ഗവൺമെൻറ് എക്സാം അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സാം ആവട്ടെ, ഏത് എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിലും ഏറ്റവും ആദ്യം അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിൽ സബ്ജക്ട്സിലുള്ള കോർ നോളജാണ്. അതായത് നമ്മുടെ സ്ട്രോങ് ഫീൽഡ് എപ്പോഴും ടെക്നിക്കൽ ഫീൽഡ് ആയാൽ മാത്രമേ നമുക്ക് RRB JE ആണെങ്കിലും SSC JE ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സാംസ് ആണെങ്കിലും ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം നമ്മുടെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ നമുക്ക് സ്ട്രോങ് ആയിട്ട് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ നോളജാണ്. സോ ടെക്നിക്കൽ നോളജിലുള്ള ഒരു എത്രത്തോളം സ്ട്രോങ് ആണോ അതായിരിക്കും നമ്മൾ ഓരോ എക്സാംസിനും ക്രാക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമുക്കിപ്പം പുതിയതായിട്ട് നമ്മുടെ എക്സാംസിന് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർക്കും ചിലപ്പോൾ ഓൾറെഡി അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും അവരെ പാത്ത് കറക്റ്റ് അല്ലാത്തത് കൊണ്ട് എക്സാംസിന് ലിസ്റ്റിൽ കയറി പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ എങ്ങനെയാണ് അവർക്ക് ഈ ഒരു എക്സാംസിന് ട്രാക്കിലേക്ക് വരാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഒരു പുതിയ കോഴ്സ് നിങ്ങൾക്ക് ലോഞ്ച് ചെയ്യുകയാണ്. സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവ്ലി ഒരു ഫൗണ്ടേഷൻ കോഴ്സാണ്. അപ്പോൾ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, വി ആർ ഗിവിങ് യുവർ ഫൗണ്ടേഷൻ. അതായത് നിങ്ങളുടെ സിവിൽ സബ്ജക്ട്സിലുള്ള കോർ അല്ലെങ്കിൽ നിങ്ങളുടെ കോർ ആയിട്ടുള്ള സിവിൽ സബ്ജക്റ്റ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് തരുന്ന കോഴ്സാണ് സിവിലിൻ്റെ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയും. അതായത് ഇപ്പോൾ നിങ്ങൾ ബിടെക് കഴിഞ്ഞിട്ട് എക്സാംസിലേക്ക് അപ്രോച്ച് ചെയ്യാൻ പോകുന്നു, ഇതുവരെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നു, അതല്ലെങ്കിൽ നിങ്ങൾ ബിടെക് കഴിഞ്ഞിട്ട് കുറച്ച് കാലം വർക്ക് ചെയ്തിട്ട് ഈ ഫീൽഡുമായിട്ട് ടച്ചില്ല, ഈ എക്സാംസുമായിട്ട് ഒരു ടച്ചും ഇല്ല, ഒരു സബ്ജക്ട്സുമായിട്ട് ടച്ചില്ല, പക്ഷേ നിങ്ങൾക്ക് സ്റ്റിൽ യു വോണ്ട് ടു ക്രാക്ക് എ ഗവൺമെൻറ് എക്സാം, അങ്ങനെയുള്ളവരുണ്ടായിരിക്കും. അല്ലെങ്കിൽ ജസ്റ്റ് പാസ് ഔട്ട് ആയ സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. ഗവൺമെൻറ് എക്സാംസ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് സിവിൽ എഞ്ചിനീയേഴ്സിനുണ്ട് എന്നറിഞ്ഞതിന് ശേഷം അതിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. വാട്ട് എവർ ഇറ്റ് ഇസ്, നിങ്ങൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ ആയിരിക്കും തരാം. അതായത് സ്റ്റാർട്ടിങ് ഫ്രം ദ കോർ, നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് നിങ്ങൾക്ക് അറിയാം, നമ്മുടെ കോർ സബ്ജക്ട്സ് ഒക്കെ ഏതാണെന്ന് അറിയായിരിക്കും. ഈ കോർ സബ്ജക്ട്സിന് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ വേണം. അതായത് ഇതിൻ്റെ കൺസെപ്റ്റുകൾ വ്യക്തത ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, വെദർ ഇറ്റ് ഇസ് ബി ന്യൂമറിക്കൽ ആവാം, അതല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് മീൻ നമുക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ്, അസോഷൻ റീസൺ ആവാം, ഏത് തരത്തിലുള്ള ചോദ്യം വന്നു കഴിഞ്ഞാലും അത് ക്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട അടിസ്ഥാനമായിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ് നമ്മൾ ഈ കോഴ്സിലൂടെ തരുന്നത്. അത് നിങ്ങൾ കൺസെപ്റ്റുകളെല്ലാം കറക്റ്റായിട്ട് ഗ്രാസ്പ് ചെയ്ത് എടുക്കുന്ന ഒരു കോഴ്സായിരിക്കും നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് ഫൗണ്ടേഷൻ കോഴ്സ്. നമ്മുടെ നോർമൽ ഫൗണ്ടേഷൻ പോലെ ഒരു എക്സാമിന് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കത്തില്ല നമ്മൾ ഈ ഒരു കോഴ്സ് തരുന്നത്. നമ്മൾ ഈ കോഴ്സ് തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RRB JE ആണോ, SSC JE ആണോ, അല്ലെങ്കിൽ നമ്മുടെ PSU എക്സാംസ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൻ്റെ കേരള PSCയുടെ ഗവൺമെൻറ് എക്സാംസ് ആവാം, AE, ഓവർസിയർ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 എല്ലാ എക്സാംസും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജാണ് ഇതെന്ന് പറയും. ഇനി നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഓവർസിയർ എക്സാംസിൻ്റെ ലെവൽ വേറെയാണ്, SSC JE വേറെയാണ്, RRB JE വേറെയാണ്, എങ്ങനെയായിരിക്കും ഇത് നമ്മൾ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺസെപ്റ്റുകൾ സ്ട്രോങ് ആക്കി തരും. അതായത് സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ കോർ നിങ്ങളെ മനസ്സിലാക്കി തരും. പിന്നെ നമുക്ക് എക്സാംസിൽ വരുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ ചോദിക്കുന്ന ചോദ്യങ്ങളും ചോദ്യത്തിൻ്റെ പാറ്റേൺ, ടൈമിൻ്റെ ഒരു സ്പാന്, അതിൻ്റെ കൂടെ ചിലപ്പോൾ നോൺ ടെക്നിക്കലൂടെ കമ്പൈൻ ചെയ്ത എക്സാംസ് ഉണ്ടായിരിക്കും. അങ്ങനെ വരുന്ന ആഡ് ഓൺസ് മാത്രമാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. പക്ഷേ എന്നിരുന്നാലും ഏതൊരു എക്സാംസും നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത. അപ്പോൾ കോഴ്സിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. സാധാരണ നമ്മൾ നോർമലി എൻട്രിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ബാച്ചസ് പോലെയല്ല, ഇതൊരു സ്പെഷ്യൽ കോഴ്സ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ബിടെക് കഴിഞ്ഞവർ, ഡിപ്ലോമ കഴിഞ്ഞവർക്കൊക്കെയാണ്. അതായത് നമുക്ക് ITI ലെവലിലെ എക്സാംസിനും നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. ബിടെക് BE സിവിൽ കഴിഞ്ഞവർക്കാണെങ്കിൽ നമുക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർ എക്സാംസ് ഒക്കെ തന്നെ എഴുതാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വാലിഡിറ്റി നമുക്ക് 2 വർഷമാണ് വാലിഡിറ്റി ഉള്ളത്. നോർമലി നമ്മൾ കൊടുക്കുന്ന വാലിഡിറ്റി അല്ലാണ്ട് 2 വർഷമാണ്. ആൻഡ് മെൻറ്റർഷിപ്പിന് ഒരു പ്രത്യേകതയുണ്ട്, 1 വർഷം നമ്മൾ മെൻറ്റർഷിപ്പ് കൊടുക്കും. നോർമലി നമ്മൾ ഒരു മെൻറ്ററിനെ വെച്ചിട്ടാണ് ഗോൾഡ് ബാച്ചസ് ഒക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ നമുക്ക് ഡ്വൽ മെൻറ്റർഷിപ്പാണുള്ളത്. ഒരു മെൻറ്റർ ഉണ്ടായിരിക്കും, അതിൻ്റെ കൂടെ എൻ്റെ പേഴ്സണൽ മെൻറ്റർഷിപ്പ് കൂടെ നിങ്ങൾക്ക് കിട്ടും. അതായത് 2 മെൻറ്റർഷിപ്പ് നിങ്ങൾക്ക് ത്രൂ ഔട്ട് യുവർ ജേർണി കിട്ടും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതായത് സബ്ജക്റ്റ് എക്സ്പേർട്സുമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് തീർക്കാനും, അതുപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് ഡീമോട്ടിവേറ്റഡ് ആവുകയാണെങ്കിൽ ഒന്ന് മോട്ടിവേറ്റഡ് ആവാനും ഒക്കെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്.
പിന്നെ ഏറ്റവും വലിയ സൈലൻറ്റ് ഫീച്ചർ എന്ന് വെച്ചാൽ റെഗുലർ മോണിറ്ററിങ് ആൻഡ് മോട്ടിവേഷണൽ സെഷൻ ബൈ മെൻറ്റേഴ്സ്. നമ്മുടെ മെൻറ്റേഴ്സ് തന്നെ നിങ്ങൾക്ക് റെഗുലർലി മോണിറ്റർ, അതായത് നിങ്ങൾക്ക് വീക്ക്ലി മോണിറ്റർ ചെയ്ത് അതുപോലെ തന്നെ വളരെ ഷോർട്ട് സ്പാനിൽ തന്നെ മോണിറ്ററിങ്ങും അതുപോലെ തന്നെ നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആണ്, നിങ്ങൾ ഒട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോട്ടിവേഷണൽ സെഷൻസും അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. പിന്നെ മാത്രമല്ല നമ്മുടെ ഏറ്റവും വലിയ സൈലൻറ്റ് ഫീച്ചർ നമുക്ക് തന്നെ പ്രൗഡ്ലി പറയാൻ പറ്റും, നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ വെൽ നോൺ ആയിട്ടുള്ള എഡ്യൂക്കേറ്റേഴ്സാണ് നിങ്ങൾക്ക് ക്ലാസ്സസ് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ AE ലെവലിലെ ഗോൾഡ് ബാച്ചസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാറിയ എക്സാം കണ്ടന്റിനെ ബേസ് ചെയ്തിട്ടാണ് തരുന്നത്. നമുക്കറിയാം എക്സാം പാറ്റേണിനൊക്കെ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ആ ചേഞ്ചസ് എല്ലാം ഉൾക്കൊണ്ടിട്ടാണ് നമ്മുടെ ക്ലാസ്സസ് അതുപോലെ തന്നെ ലൈവ് സെഷൻസും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എല്ലാ AE എക്സാമും JE എക്സാംസിനും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോ കണ്ടൻറ്റാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഇവിടെയാണ് നമ്മുടെ ഫ്രഷേഴ്സിന് പ്രശ്നം പറ്റുക. അവർ ഡിസ്ക്രിപ്റ്റീവ് എക്സാംസ് എഴുതി വളരെയധികം എക്സ്പേർട്സ് ആയിരിക്കും, പക്ഷേ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാംസ് അവർക്ക് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അതിനെ കാൽക്കുലേഷൻ പെട്ടെന്ന് എങ്ങനെ നടത്താൻ പറ്റും, അല്ലെങ്കിൽ കാൽക്കുലേഷൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ഷോർട്ട് കട്ട്സിലൂടെ കാൽക്കുലേഷൻ നമുക്ക് കാൽക്കുലേറ്റേഴ്സ് കേരള PSC എക്സാമിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ നമുക്ക് വലിയ കാൽക്കുലേഷനുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. സോ കാൽക്കുലേഷൻ ടിപ്സ് ഉൾപ്പെടുത്തി സെപ്പറേറ്റ് ക്ലാസ്സുകളും സെപ്പറേറ്റ് ഗൈഡൻസും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് അപ്കമിങ് എക്സാംസ് ഏതൊക്കെയാണെന്നുള്ള കാര്യം വലിയ അറിവുണ്ടാവത്തില്ല. നമുക്ക് കേരള PSC നടത്തിയ കുറേ എക്സാംസിൻ്റെ റാങ്ക് ലിസ്റ്റുകൾ എക്സ്പയർ ആവാൻ തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ SSC JE RRB JE PSU എക്സാംസ് ഗേറ്റ്, അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ഫ്രണ്ടിലുണ്ട്. ആ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ട് ഒരു അവയർനെസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ലൈവ് സെഷൻസ് ആദ്യം തന്നെ നമ്മൾ അറേഞ്ച് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതിൽ ഏതെങ്കിലും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാം കൂടി നിങ്ങൾക്ക് ഇൻ ഹാൻഡ് കൊണ്ടുപോകാൻ ഒരു കോൺഫിഡൻസ് കിട്ടുന്ന രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സസ് അറേഞ്ച് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഒരാഴ്ച 3 ലൈവ് എന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സസ് കൊണ്ടുപോകുന്നത്. പിന്നെ നമുക്ക് ഓരോ എക്സാംസ് ഇപ്പോൾ ലൈക്ക് SSC JE എക്സാംസ് അടുക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ RRB JE വരുമ്പോഴത്തേക്ക് നമുക്ക് ITI ആണോ ഡിപ്ലോമ ആണോ BTech ആണോ, ഈ എക്സാം ഏത് ലെവലാണെങ്കിലും നമുക്ക് ഓരോ ലെവലും ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിന് സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നിങ്ങൾക്ക് എക്സ്പേർട്ട് പാനൽസ് തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് 1000+ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. മോക്ക് ടെസ്റ്റുകൾ എഴുതുന്നതിൻ്റെ ഗുണം, അതായത് നമ്മളിപ്പം കോൺസെപ്റ്റ് എത്ര സ്ട്രോങ് ആക്കി വെച്ചാലും ഒബ്ജക്റ്റീവ് എക്സാമിലേക്ക് വരുമ്പോഴത്തേക്ക് ടൈം മാനേജ്മെൻറ്റും അതുപോലെ തന്നെ അക്യുറസിയും വലിയൊരു ഫാക്ടറാണ്. ഇത് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതിന് കൂടെയാണ്. അപ്പോൾ 1000-ൽ കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ നമുക്ക് ഇതുവഴി കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് നമ്മുടെ പഴയ PYQs അതുപോലെ തന്നെ ഇപ്പം നടന്ന ലേറ്റസ്റ്റ് 2020 ശേഷം മാറി വന്ന എക്സാംസിൻ്റെ പാറ്റേൺ, അതിൻ്റെ വെയിറ്റേജ് അനലൈസ് ചെയ്ത് ഓരോ സബ്ജക്ട്സിലും ഏതൊക്കെ ടോപ്പിക്സ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. മാത്രമല്ല നമുക്ക് 100+ റാങ്ക് ബൂസ്റ്റർ എക്സാംസ് ലാസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. 100+ സബ്ജക്റ്റ് വൈസ് എക്സാംസ്, സബ്ജക്റ്റ് വൈസ് ടോപ്പിക് വൈസ് എക്സാംസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ ഒരു കംപ്ലീറ്റ് നിങ്ങൾക്ക് ഒരു എക്സാം പ്രിപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സെറ്റ് ഓഫ് എക്സാംസ് നിങ്ങൾ ഫേസ് ചെയ്യുകയാണ്, പല ലെവലിലുള്ള എക്സാംസ് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാംസ് ഒക്കെ ഫേസ് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു പ്രത്യേക പാക്കാണ് ഈ സിവിൽ എഞ്ചിനീയറിംഗ് ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിവിൽ എഞ്ചിനീയറിംഗ് ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാനും അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ഫോം കൊടുക്കാം, നിങ്ങളത് ഫില്ല് ചെയ്താൽ മതി, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്താൽ മതി. നമ്മുടെ അക്കാഡമിക് കൗൺസിലർ നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇനിയും വൈകിക്കേണ്ട, നമ്മുടെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു കരിയർ എന്നുള്ള സ്വപ്നമാണ് നിങ്ങളുടെ മുന്നിലുള്ളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഡുവൽ മെൻറ്റർഷിപ്പ് ആണ്, ഒരെണ്ണം എൻ്റെ പേഴ്സണൽ മെൻറ്റർഷിപ്പ് ആണ്. സോ ദാറ്റ് നിങ്ങളുടെ ജേർണി ത്രൂ ഔട്ട് ഗൈഡൻസിന് ഞാൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പം ഇന്ന് തന്നെ എന്നോടൊപ്പം ചേർന്ന് പഠിച്ചു തുടങ്ങാം. താങ്ക് യു.